ഓണാക്കി വെച്ചേക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത്ര ദിവസം പൊന്നാണ് ഓരോ ചലഞ്ച് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളൊന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ, ചലഞ്ചുകൾ കാര്യത്തിൽ നമ്മൾ കമ്മിയാൻ പാടില്ല. അബദ്ധവശാലെന്നല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പൊ ഇവിടെ എപ്പോഴും ഓരോ ചലഞ്ചായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനാണ് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ചലഞ്ച് വീഡിയോ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ ഇതിൽ ഇതാ പാത്രത്തിൽ കുറച്ച് ഞാനുണ്ട് പാത്രത്തിൽ കുറച്ച് പേപ്പറിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് എഴുതി ഇട്ടിട്ടുണ്ട്. ഞാനൊന്നും സ്കൂളിൽ പോകാത്തോണ്ട് ആ പാത്രം കിട്ടി, അതിൽ കടലാസൊക്കെ ഇട്ടിട്ടാണ്. ഞാനിവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. നടക്കുന്നു. അപ്പൊ മൂവരെന്ത് മടി കാണിച്ചിട്ട് സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാവുളുക്കൽ, നമ്മുടെ ടങ് ട്വിസ്റ്റർ ആണ് നമ്മൾ ഇന്ന് ചെയ്യണത്. അതായത് പഴഞ്ചൊല്ലി എന്ന് പറയാൻ പറ്റില്ല അതിനല്ലേ, പഴഞ്ചൊല്ലല്ല, നാവുളുക്കണ ഓരോ വാക്കുകള് നമ്മൾ നാവുളുക്കണ ഓരോ ഡയലോഗുകള് ആണ് നമ്മൾ പറയാ. അത് നമ്മൾ തെരഞ്ഞെടുക്കും. ഇതിലോരോ നമ്മൾ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തത് നമ്മൾ എടുക്കുന്ന ആള് പറയണം. ഇതിലപ്പോ 11 എണ്ണം ഉണ്ട് കേട്ടോ. 11 എണ്ണം സംഭവം കുറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറെയൊക്കെ അശ്ലീലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അശ്ലീലം വൃത്തികേടായിട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം നമ്മളോട് പറയാൻ പറ്റണത് മാത്രം എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് മലയാളമൊക്കെ വായിക്കാൻ അറിയാം, പക്ഷെ ഇത് സ്പീഡിൽ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് വരിക. അപ്പൊ ഇതില് 11 എണ്ണം ഉണ്ട്. കണ്ണേട്ട 5 എണ്ണം എടുത്തിട്ട് ഇതാക്കും, ഞാൻ 5 എണ്ണം. അത് ഒരാളെടുക്കുക അങ്ങനെ ലാസ്റ്റ് കിട്ടണ ഒരെണ്ണം ഉണ്ടാവും. ബാക്കി 11 എണ്ണം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. 5 എണ്ണം രണ്ടാളും കൂടി രണ്ടുപേരും കൂടിയിട്ട് പറയുള്ളൂ. പോയിന്റ് ഉദ്ദേശിക്കണ്ട, പോയിന്റ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ഞാൻ ഇത്ര ചലഞ്ച് വീഡിയോസ് കൊടുന്ന കാരണം കണ്ണേട്ടനും ഒരു ചലഞ്ച് വീഡിയോ കൊടുന്നു. അതിലൊരു വാശി തീർക്കലായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് കണ്ട ഉദ്ദേശിക്കുന്നത്. നീ തന്നെ തുടങ്ങിക്കോ. ഇല്ല അതെന്താന്നറിയോ, അതിലെനിക്കിതിന് വിയോജിപ്പ് എന്നല്ലേ പറയാ, വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ കൊടുന്ന ഗെയിം അല്ലേ. അപ്പൊ കണ്ണേട്ടൻ തന്നെ ആദ്യം എടുത്തിട്ട് ഇത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവണല്ലോ. അപ്പൊ ആദ്യം കുലുക്കി കണ്ണേട്ടൻ തന്നെ എടുത്തിട്ട് കണ്ണേട്ടൻ തന്നെ പറയട്ടെ. 5 പ്രാവശ്യം 3 പ്രാവശ്യം പറയേണ്ടത്? ആദ്യം ഒരു പ്രാവശ്യം പറയാൻ പറ്റും, 5 പ്രാവശ്യം. അപ്പൊ ഇതില് മാർക്കൊന്നുമില്ല, ജസ്റ്റ് ഫൺ പോലെ ഒരു എന്റർടൈൻമെന്റ്. ഞങ്ങൾ ഫ്രീ ടൈം ഇരുന്നപ്പോ ചെയ്യാട്ടോ. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അഞ്ചോട്ടം എത്ര പ്രാവശ്യം പൂ നോക്കാം. 5 അങ്ങനെ ഒരു കണക്കൊന്നും വേണ്ട. എത്ര പ്രാവശ്യം നമ്മൾ പറയണം എത്ര പ്രാവശ്യം. പുളി വടി പുളി എന്നാണ് കേട്ടോ അതിന്റെ എഴുതിയിരിക്കുന്നത്. അതിൽ എഴുതിയിട്ടുള്ളത് പറയട്ടെ. പുളി വടി പുളി 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 പുളി പുളി. സ്പീഡ് കൂടുമ്പോ വേറെ രീതിയിലാവുണ്ട് കേട്ടോ. അപ്പൊ നീ പറഞ്ഞ പോലെ 5 അല്ല, അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു. ഇത്ര സ്പീഡിലൊന്നും പറയണ്ട, നമുക്ക് മനസ്സിലാവില്ല. ഇത് സ്പീഡിൽ പറയേണ്ട ഗെയിമാണ്. പക്ഷെ സ്പീഡിൽ പറയുമ്പോ തെറ്റ് വരുന്നുണ്ട്. തെറ്റ് വരണം, അതാണ് ഗെയിം. അപ്പൊ നിങ്ങൾ മാർക്ക് ഇട്. മാർക്കിന്റെ ആവശ്യമില്ല. ഇനി നീ ഒന്ന് എടുക്ക, വർത്താനം നിർത്താവും പ്രശ്നം. അപ്പൊ നമ്മൾ ഇതായിട്ട് അടുത്തെടുക്കാൻ പോവാണ്. നല്ലത് തന്നെ കിട്ടട്ടെ. ഇപ്പൊ ഞാൻ തുറന്നു നോക്കാണ്. ഇതിൽ എഴുതിയിട്ടുള്ള ഒരുവിധമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള തന്നെയാണ്. നമ്മളിത് വേറെ വീഡിയോയിൽ കണ്ടിട്ട് എഴുതിയതാണ്, കേൾക്കാതിരിക്കില്ല. ഇതില് ഉള്ളത് സൈക്കിൾ റാലി പോലൊരു റോലി. ഇപ്പൊ തന്നെ തെറ്റിട്ടോ. ലോറി റോലി അല്ല, ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഞാൻ ട്രയൽ നോക്കിയതാ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, അതാണ് കേട്ടോ. അപ്പൊ
സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി ലോറി റാലി, സൈക്കിൾ റാലി പോലൊരു ലോറി ലാറി നാറി. ഇതെനിക്ക് എളുപ്പമില്ലാത്തത്. ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്നുകൂടി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, 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 സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ആദ്യം എനിക്ക് എന്താ ഒരു വാക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. സൈക്കിൾ റാലി പോലൊരു ലോറി റാന്റെ അവിടെ ഭയങ്കര പ്രശ്നമാവുണ്ട് ഈ ലാറി ലോറി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു. സൈക്കിൾ റാലി പോലൊരു ലോറി ലാറി. അത് ഇത്തിരി ടഫുള്ളായിട്ടായിരുന്നു. കണ്ണടന്റെ പിന്നെയും ഇതുള്ളായിരുന്നു. അപ്പൊ ഞാനത് ഒപ്പിച്ചെടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ തരൂ മകനെ. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ കണ്ണേട്ടനാണ്. എടുക്കൂ. അയ്യോ അയ്യോ നല്ല എളുപ്പം. നീ പറഞ്ഞു. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച, 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 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. ഇത് വേറെ എവിടുന്നോ പഠിച്ചിട്ടുണ്ട്. ഇത് മുന്നേ ഞാന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴല്ലാട്ടെ, കല്യാണത്തിന്റെ ഒക്കെ ഒരു മുന്നേ ഒരു കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞുട്ടാ. നീ പഠിച്ചല്ലേ സ്കൂളിൽ പഠിക്കുമ്പോ? സ്കൂളിൽ പഠിച്ചതല്ല, ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുന്നേ. 10 തത്ത ചത്തു ചത്ത 10 തച്ച. ഞാൻ പറയാ നല്ല വായിച്ചോട്ടെ എന്നോട് അതല്ലേ പറഞ്ഞത്. 10 തത്ത ചത്തു ചത്ത 10 തച്ച. ഒന്നുകൂടി വായിച്ചിട്ട് രണ്ടോട്ടും പറയും. 10 തത്ത ചത്തു ചത്ത 10 തച്ച. ഇതില് ഞാൻ നന്നായി പറഞ്ഞു. നീ സ്കൂളിൽ പഠിക്കുമ്പോ പഠിച്ചാലേ പിന്നെ പറയാണ്ടിരിക്കുക. ഞാനിത് ചെയ്തുണ്ട്. വായിച്ചോട്ടെ. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച, 10 തത്ത ചത്തു ചത്ത തത്ത പച്ച, 10 തത്ത ചത്തു ചത്ത തത്ത പച്ച, 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. ചത്തുന്നില്ല പറഞ്ഞു. നീ കേട്ടോ? വീഡിയോയിൽ കേട്ടോ? 5 വട്ടം പറയണേ. അതാ പറഞ്ഞിട്ടുണ്ട്. 3 വട്ടം പറഞ്ഞു കഴിഞ്ഞില്ലേ? 10 തത്ത ചത്തു ചത്ത തത്ത പച്ച, 10 തത്ത ചത്തു ചത്ത തത്ത പച്ച, 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. ഒപ്പിച്ചു. ആദ്യം 3 ഞാൻ നന്നായിട്ട് പറഞ്ഞു വരുമായിരുന്നു. അതിന്റെ ഇടയിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടാണ് അത് ഇതായി. അപ്പൊ ഇത് മാർക്കൊന്നും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ നാവുളുക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു. അതെ, നമ്മളിത് സ്കൂളിൽ പഠിക്കുമ്പോ ഇതൊന്നും കളിച്ചിട്ടില്ലേ? ഇത് കളിക്കില്ല. ഞാൻ എന്തോ ഒരു ഓർമ്മ ഉണ്ട്. ഞാൻ മുന്നേ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മ. എന്റെ അല്ലാത്തതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും അതൊന്നും നോക്കിട്ട് ചാടിക്കറി പറഞ്ഞിട്ടല്ലേ നിനക്ക് പറ്റുമെന്ന് പറഞ്ഞപ്പോ അതൊന്നും പറയുന്നു പറഞ്ഞല്ലേ. മൈക്ക തെറിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അടുത്തത് ഞാനാണ് കേട്ടോ എടുക്കണത്. എനിക്ക് അയ്യോ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. അല്ല, ഞാൻ ഒന്നത് മൈൻഡിലേക്ക് കൊണ്ടുപോട്ടെ കണ്ണേട്ടാ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. എന്താ 2-3 വട്ടമൊക്കെ ശരിയാക്കി. 5 3 ആക്കാം നമുക്ക്. ഞാൻ നേരത്തെ 3 അടുപ്പിച്ച് പറഞ്ഞില്ലേ? ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി
കളരി പഠിച്ചു. മുളരി കരളി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എടുക്കാം. പക്ഷെ നമുക്ക് ഇടയിൽ ഇങ്ങനെ പറയുമ്പോ കിട്ടാം, നമ്മുടെ മൈൻഡിലേക്ക് നല്ലതാക്കി. പക്ഷെ നീ സ്പീഡില് പറഞ്ഞൊന്നും പറയുമ്പല്ലേ, നീ പതുക്കെയാണ് പറഞ്ഞത്. പതുക്കെ പറഞ്ഞപ്പോ നമുക്കും പറ്റും. ഞാൻ ഇപ്പൊ സ്പീഡ് കുറച്ച് പറഞ്ഞോന്നാ. സ്ലോ ആയിട്ട് പറഞ്ഞത്. പിന്നെ വളരിയിലെ കളരി മുരളി പഠിച്ചു. അയ്യോ, അങ്ങനല്ല പൊന്നു. ഉളരിയിലെ മുരളി കളരി പഠിച്ചു. ഉളരിയിലെ മുരളി കളരി പഠിച്ചു. ഉളരിയിലെ മുരളി കളരി പഠിച്ചു. ഉളരിയിലെ മുരളി കളരി പഠിച്ചു. ശരി. ഇവള് പറഞ്ഞേക്കാളും കളരി എന്നല്ലാട്ടാ പറഞ്ഞ കലരി എന്ന് പറഞ്ഞു. ഇവള് പറഞ്ഞേ അപ്പൊ വീഡിയോ കാണുമ്പോ മനസ്സിലാവൂലോ. വീഡിയോ കാണുമ്പോ ഞാൻ ഇപ്പൊ 4 പ്രാവശ്യം പറഞ്ഞു. എന്ത് പിന്നെ വീഡിയോ കാണുമ്പോ മനസ്സിലാവൂലോ. അതെ, ഞാനിവിടെ പറഞ്ഞു 3 വട്ടം പറഞ്ഞു. നമുക്ക് 5 എന്നുള്ളത് 3 ആക്കിയാലോ. നോക്ക്, ഞാൻ 5 എന്നുള്ളത് 3 ആക്കിയാലോ. അപ്പൊ നമ്മള് നമ്മുടെ ചലഞ്ച് വീഡിയോയിൽ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി. നമ്മളെ കൊണ്ട് പറ്റണ കേസല്ല. അപ്പൊ നമ്മളതിൽ ചെറിയ മാറ്റാണ്. കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്, മാറ്റാനുള്ള ഉത്തരവാദിത്തം. ഒരു കോമഡി പറഞ്ഞ ചിരിച്ചതാണ്. ഇനി അടുത്തതാരാ? പിന്നെ ഞാൻ പടത്ത് അവര് നല്ല കടിച്ചാ പൊട്ടാത്ത വാക്ക് വരണേ. എല്ലാ വീഡിയോയിലും ഈ കയ്യിന്റെ ആന അലറലോട് നല്ല എളുപ്പം. ആന അലറലോടലറൽ. ആന അലറലോട്. പോയി രണ്ടില് പോയി. ഇത് വായിച്ചോക്കട്ടെ. നീ ഫസ്റ്റ് എന്താ പറഞ്ഞു? ഇവള് ഫസ്റ്റ് വെക്കുമ്പോ ട്രയലാണ് പറഞ്ഞത്. ട്രailer എല്ലാവർക്കും ഇല്ലേ? ട്രെയിലറല്ല, ട്രയല്. ആന അലറലോടലറൽ. അതന്നെ. ആന അലറലോടലറൽ. ആന അലറലോടലറൽ. ആന അലറലോടലറൽ. ആന അലറലോടലറൽ. ആന അലറലോടലറൽ. പറഞ്ഞു 5 പ്രാവശ്യം പറഞ്ഞു. നീ 3 പ്രാവശ്യം പറഞ്ഞത് നിയമം മാറ്റി ഞാൻ 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആന അലറലോടലറൽ എന്താണ്? അപ്പോ കണ്ണേട്ടന്റെ കഴിവ് തെളിയിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വിലയിരുത്താം. എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാ. എനിക്ക് മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ്. അപ്പോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്താണ് ഞാൻ. നല്ല ഭംഗിയിൽ എടുക്കാം. ഇത്ര ഈസി ഉള്ളതൊക്കെ വിട്ടിട്ടത്. ഇതാണ് റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. 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 അപ്പൊ അത് ഞാൻ സ്പീഡിൽ പറയണം. എന്റെ പറയുമ്പോ ഇത് ഭയങ്കര സ്ലോ ആണ്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ കാണാം. അപ്പൊ ഞാൻ അത് പറഞ്ഞിരിക്കാണ്. ഞാന് ഒട്ടുമിക്ക എല്ലാതും ഭയങ്കര വിജയകരമായി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ സ്പീഡിൽ പറയുമ്പോ തെറ്റും. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. അങ്ങനെ സ്പീഡിലാ പറയേണ്ടത്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. 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 എയ്യടെ മനമേ, ഞാൻ പറഞ്ഞു. ശരി, ഇന്റെ ഇതില് തെറ്റ് കണ്ടെത്താൻ വേണ്ടിട്ട് ഇരുത്തിയിട്ടുള്ളതാണ് കണ്ണേട്ടനെ. അടുത്തത് കണ്ണേട്ടൻ. കുലിക്കടക്കണ്ടിട്ടാ നമ്മള്. കുലിക്കൊന്നുമില്ല, ഞാൻ നാലിനുള്ളൂ. പഠിക്കേണ്ടതായിട്ടുള്ളത് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇതിലുള്ളത് എന്താന്ന് പറയാ, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ? 2 താ വരുന്നുണ്ട്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. 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 പഠിക്കേണ്ടതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത്. പഠിക്കേണ്ടതല്ല, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഒന്ന് സ്പീഡിൽ പറഞ്ഞേ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. 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 ഇതിപ്പോ നമ്മളൊരു ചലഞ്ച് കൊടുത്തിട്ട് നമുക്ക് തന്നെ പണി കിട്ടിയെന്നുള്ള അവസ്ഥ കേട്ടോ.
നമുക്ക് വേറെ ചലഞ്ച് കണ്ടുപിടിച്ചാലോ? ഇത് പറഞ്ഞു നിങ്ങള്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ളത് 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 പിന്നെന്താ വെച്ചിന്? പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് അതന്നെ പറഞ്ഞു. നോക്ക്, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് ഒരു ഡാക്കി ഞാൻ പഠിക്കണം എന്നാ പറഞ്ഞത്. ഡാക്കി അത് ദീർഘണ്ട്. പറഞ്ഞു. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ളത് ആവോ ഇടയില് പോവാത്ത ഒരാള്. കണ്ണേട്ടന് ഇത് എന്താ എന്താ പറയാ കണ്ണേട്ടാ, കണ്ണേട്ടന് ഇത് വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പറ്റില്ല. കാരണം ഇതിന്റെ ഈ ഗെയിമിന്റെ പേരെന്താ? നാവുളുക്കാണ്. എന്താ അതിന്റെ പേര്? ടങ് ട്വിസ്റ്റർ. ടങ് ട്വിസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പാടില്ല. കളയും. അടുത്തത് ഞാനാണ്. ഞങ്ങൾക്ക് തരിക. സോറി, അടുത്തത് ഞാനാണ്. എന്തത്? നെട്ടൂരാനോടാണോടാ കളി. മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടില്ലേ പഴയത്? ലാൽ സലാം. ഒന്നുകൂടി മൈൻഡിലേക്ക് എടുക്കട്ടെ. കയ്യൊന്നും ഉയർത്തണ്ട. ലാൽ സലാം പറയുമ്പോ കയ്യൊക്കെ ഉയർത്തണേ. ഇങ്ങനെ അതിങ്ങനെ എഴുതിയ ഒരു ഇതിലിങ്ങനെ മൈൻഡിൽ എടുക്കാൻ. ലാൽ സലാം പറഞ്ഞപ്പോ പൊന്നു. നെട്ടൂരാനോടാണോടാ കളി. നെട്ടൂരാനോടാണോടാ കളി. നെട്ടൂരാനോടാണോടാ കളി. നീ പറയും, ഞാൻ തെറ്റുണ്ടോ നോക്കാം. നെട്ടൂരാനോടാണോടാ കളി. 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 എനിക്ക് സ്ലോ ആണെങ്കിലും ഒപ്പിച്ചു. എനിക്ക് സ്പീഡ് കുറവുണ്ടോന്ന് എനിക്ക് അറിയില്ല. രണ്ടുപേർക്ക് കുറവ് പോലെയാണോ തോന്നുന്നത്? നീ എന്താ ചെയ്യണെന്ന് അറിയോ? സ്പീഡ് കുറച്ചിട്ട് അക്ഷരസ്ഫുടതയിൽ പറയാൻ നോക്കാണ്. സ്പീഡ് കുറയുന്നുണ്ട്, പക്ഷെ നീ പക്ഷെ അത് നീ കളയണില്ല. പക്ഷെ സ്പീഡ് കുറച്ചാൽ നമുക്കത് പറ്റും. പോട്ടെ, അടുത്തത്. എനിക്ക് നിങ്ങൾ സ്വയം വിചാരിച്ചു നല്ല സ്പീഡാണ്. പക്ഷെ നിന്റെ കള സ്പീഡ് ഞാൻ പോകും. ഇതിലുള്ള ഏതാണാവോ? ഞാൻ പറയാ. പേര് മണി പണി മണ്ണു പണി. അതല്ലേ? പേര് മണി പണി മണ്ണു പണി. 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 നിങ്ങൾ പലയിടത്തും നിൽക്കുന്നുണ്ട്. പേര് മണി പണി മണ്ണു മണി. പേര് മണി പണി മണ്ണു മണി. പേര് മണി മണി പണ്ണുമണി. ഒരു പ്രാവശ്യം ഒന്നുകൂടി പറയാം. പേര് ഈ എങ്ങനെ പറയണത് ഞാൻ പറഞ്ഞേ. നീ സ്പീഡ് കുറച്ചിട്ട് എങ്ങനെ പറയുന്നത് പറഞ്ഞേ. പേര് മണി പണി മണ്ണു പണി. പേര് മണി പണി പണ്ണു പണി. അങ്ങനെ പറയണത്. പേര് മണി പണി മണ്ണു മണി. പേര് മണിയോ? പേര് മണ്ണു മണി. നിർത്ത് പോയി. ഇജ്ജ് പറഞ്ഞാലേ മണ്ണുമണിനല്ലേ മണീന്നാ പറഞ്ഞത്. മണ്ണു പണി മണ്ണു മണി പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. പേര് മണി പണി മണ്ണു പണി. അതല്ലേ? പേര് മണി പണി. നീ എങ്ങനെ പറഞ്ഞത് ഞാൻ ആദ്യം കാണിച്ചു തരാം. പേര് മണി പണി മണ്ണു പണി. പേര് മണി പണി പണ്ണു മണി. പേര് മണി പണി മണ്ണു പണി. അങ്ങനെയാണ് നീ പറയണത്. ഇത് വേണ്ട. നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി. വായിക്കുന്നു വേണ്ട, അറിയില്ലേ? പേര് മണി പണി മണ്ണു പണി. കണ്ണടച്ചിട്ട് നമ്മൾ അതിനെ ആ വിഷ്വല് നമ്മുടെ കണ്ണടക്കാണ്ട് തന്നെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാന്നുള്ളത്. നിങ്ങൾ കണ്ണടച്ചിട്ടല്ലേ പറ്റുള്ളൂ. പേര് മണി പണി മണ്ണു പണി. പേര് മണി പണി മണ്ണു പണി. പേര് മണി പണി മണ്ണു പണി. പേര് മണി പണി പണ്ണു മണി. എത്രാമത്തേല തെറ്റിയത്? അഞ്ചാമത്തേല തെറ്റിയത്. 5 വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 5ാമത്തേലും തെറ്റൊക്കെ സ്വാഭാവികമായിട്ട് ആർക്കും പറ്റും. പോട്ടെ. അടുത്തത് ഞാനാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ 2 എണ്ണം ഉള്ളു. അടുത്ത് ഞാനും കൂടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 എണ്ണം കണ്ണായിട്ട് എടുത്തു, 5 എണ്ണം ഞാനും എടുത്തു. അത് കഴിഞ്ഞാൽ ഒരെണ്ണം പേരും കൂടി പറയണം. ഒരുമിച്ച് പറയല്ല, നീ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരുമിച്ച് ഉദ്ദേശിച്ചത് 2 പേരും പറയണമെന്ന്. മുണ്ടിൽ ചെളി ഇപ്പൊ തന്നെ തെറ്റി. പുരളരുത്.
പക്ഷെ എനിക്ക് ഇങ്ങനെ ആദ്യം തന്നെ നോക്കിട്ട് വായിക്കാനില്ല. എനിക്ക് നോക്കി മലയാളം അറിയില്ല വിചാരിക്കും കയറി. മലയാളം വായിക്കാനൊക്കെ നിനക്ക് പിന്നെ ഇവൾക്ക് പിന്നെ ഇംഗ്ലീഷ് മാത്രല്ലേ അറിയുള്ളൂ. ഞാൻ മലയാളം മീഡിയം പഠിച്ചത്. എന്നിട്ട് അത് പറയണില്ല. മുണ്ടിൽ ചെളി പുരളരുത്. നോക്കി വായിക്കല്ലോ. അല്ല നോക്കിയിട്ടല്ല, ഞാൻ ഒന്ന് മൈൻഡിലേക്ക് എടുക്കാണ്. ഇത് തെറ്റുന്നെങ്കിൽ 100% ഉറപ്പിച്ച് പറയുള്ളൂ. മുണ്ടിൽ ചെളി ഞാൻ അത് പഠിക്കട്ടെ അങ്ങോട്ട്. പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത്. 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 ശ്വാസം കിട്ടണില്ല, ഞാൻ അത്ര സ്പീഡിൽ പറഞ്ഞുണ്ട്. ഇത് പിന്നെയും കുറച്ച് സ്പീഡിൽ പറഞ്ഞ പോലെ തോന്നി. ബാക്കിയൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് പറഞ്ഞു. നമുക്ക് നോക്കാം, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാലോ. ഇല്ലാണ്ട് പറയുമ്പോൾ പിടിക്കുന്നില്ല. ഞാൻ സമ്മതിച്ചു. വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. ഇതും പറയാ ബാക്കിയല്ല നീ വിജയിച്ചിട്ടില്ല. അപ്പൊ അടുത്ത ഈ ഒരെണ്ണം ഇങ്ങനെ ഒരു കാര്യം വേണ്ടേ, ഇതിങ്ങനെ വലിച്ചെറിഞ്ഞ നീ എന്നെ കുറച്ചായിട്ട് വൃത്തിയാക്കണം. അതാണ് ഇപ്പൊ സ്റ്റൈലിൽ കാണിച്ചോ. നമ്മള് അടുത്ത ഒരെണ്ണം കൂടെ ഉള്ളോ നിങ്ങക്ക് കാണണ്ടാവെന്ന് വിചാരിക്കണം. അപ്പൊ ഈ ഒരെണ്ണം നമ്മള് മൈക്കലത്തെ ലൈറ്റ് ഒന്നും ഓഫ് ആയിട്ടില്ല, ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരെണ്ണം കൂടി നമ്മൾ എടുക്കാൻ പോവാണ്. നിങ്ങക്ക് നോക്കണം. നീ നോക്കിക്കോ, നീ എന്നെ ആദ്യം പറഞ്ഞു. തിരിഞ്ഞിട്ടാ വന്ന്. വരൾച്ച വളരെ വിരളമാണ്. 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 പോയിട്ട് പറയട്ടോ, പൂവത് ഇതല്ലേ ഗെയിം. എന്റെ മൈൻഡിൽ നിങ്ങളെല്ലാ വീഡിയോയിലും പറയണം, എല്ലാ വീഡിയോയിലും കൈ ഇവിടെ എന്നറിയോ. ഇതിപ്പോ നീ ഇടയിൽ കേട്ട് എന്റെ മൈൻഡ് ആയിന്ന് പോയി. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച എന്താണ്? വരൾച്ച വളരെ വിരളമാണ്. 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 പോയി ഒരു പ്രാവശ്യം പോയി. ബാക്കി 4 പ്രാവശ്യം 5 വട്ടം കറക്റ്റ് ആയിട്ട് പറയണം. നിങ്ങൾ പറ. വരൾച്ച വളരെ വിരളമാണ്. 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 ഒരു വിരളിച്ച ശരി ശരി, നീ ഒന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നോക്കട്ടെ. ആദ്യം ഞാൻ മൈൻഡിക്ക് എടുക്കട്ടെ. ഇതൊന്നും കാണാനേ വയ്യാത്ത. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച പറയാനായിട്ടില്ല, ഞാൻ പറയാം. വരൾച്ച വളരെ വിരളമാണ്. ആയിട്ടോ. വരൾച്ച വളരെ വിരളമാണ്. വളർച്ച വളരെ വളർച്ച വരൾച്ച രണ്ടാമത്തെ പ്രാവശ്യം തെറ്റി. ഇല്ല, ഞാൻ ഒന്നുകൂടി മൈൻഡിക്ക് എടുത്തപ്പോ കണ്ടത് ഇങ്ങനെ ഒരു മൈൻഡിക്ക് എടുക്കല് ആയിട്ട് കാണുക. എന്താ ധ്യാനിച്ചിട്ടൊക്കെ മൈൻഡിക്ക് എടുക്കട്ടെ. ഓം നമോ. ഒന്നുകൂടി മൈൻഡിക്ക് എടുക്കണോ? ഇപ്പൊ മൈൻഡിലുണ്ട്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച എല്ലാ വരുന്നില്ല, വെറും വളർച്ച എല്ലായിടവും വരുന്നു മുന്നിൽ. മൈൻഡിലേക്ക് എടുത്താണ്ട് ശരിയായിട്ടില്ല. വായിച്ചു പിന്നെ നാണക്കടൊന്നും വിചാരിക്കണ്ട. വരൾച്ച വളരെ വിരളമാണ്. വളർച്ച ഒന്നുകൂടി വായിച്ച പോലെ നാണക്കട. ഒന്നുകൂടി വായിച്ച പോലെ നാണക്കടൊന്നും വിചാരിക്കണ്ട. വായിച്ചോ. അങ്ങനെ ആക്കണ്ട, എന്നെ തളർത്താൻ നോക്കണ്ട. വളർച്ചല്ല, വരൾച്ച. വളർച്ച എന്താ വേറെന്തില്ല, വരൾച്ചയാണ്. വെള്ളമില്ല, എവിടെ വെള്ളമില്ല, വരൾച്ച. വരൾച്ച വളരെ വിരളമാണ്. ഇത് വെച്ചോക്കുമ്പോ ഞാൻ എത്രയോ ഭേദമാണ്. 10 തത്ത ചത്തോന്നുള്ള പറഞ്ഞത്. അതിന്റെ ഒപ്പം അതാണ് ഇപ്പൊ ഒന്ന് പറഞ്ഞത്. അതിലാണ് ഇപ്പൊ ഒന്ന്. വരൾച്ച വളരെ വിരളമാണ്. 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 മതി നിർത്തിക്കോ. എത്രണ്ണായി? 4
ഞാൻ 5 നീ 4 അപ്പൊ 4 അപ്പൊ നിന്റെ എത്ര പ്രാവശ്യം തെറ്റി? നിങ്ങളായിട്ട് തെറ്റി ആയത് തെറ്റിയിട്ട് പിന്നെ ഇതില് നിന്റെ കൂടുതൽ തെറ്റിയത് വളർച്ച. ഞാൻ ഒന്നുകൂടി പറയുന്നു. വരൾച്ച വളരെ വിരളമാണ്, വരൾച്ച വളരെ വിരളമാണ്, വരൾച്ച വളരെ വിരളമാണ്, വളർച്ച വളരെ വിരളമാണ്, വരൾച്ച വളരെ വരച്ചു. പിന്നെ ഇപ്പൊ നീ പറഞ്ഞതിലൊക്കെ തെറ്റുണ്ട്. ഞാൻ ഇടയിൽ കയറി പറയേണ്ട പറഞ്ഞിട്ടാണ്. നീ വിളരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോ നിനക്ക് നല്ല മനസ്സിലാവും. അതിന്റെ നിങ്ങളിപ്പോ ഇതിലൊന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഗെയിമിൽ ഞാൻ വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. രണ്ടും ഒരേപോലെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. അതെങ്ങനെ അങ്ങനെ പ്രഖ്യാപിക്കാം? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം ചിലത് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നി കാണേട്ടാ. ചിലത് എനിക്ക് നന്നായി കിട്ടിയ പോലെ. അതല്ലാതെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ആണോടാ കളി എന്നുള്ളത് ഞാൻ അസലായിട്ട് പറഞ്ഞത്. സിനിമ കുറെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അപ്പോ ഇതില് ഞങ്ങള് മാർക്ക് നിങ്ങൾ തന്നെ പറ, ആർക്കാണ് നല്ല രീതിക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ തന്നെ പറ. ഫ്രീ ടൈം ഇരുന്നപ്പോ നമ്മളൊരു നേരം പോക്കിന് നമ്മൾ ചെയ്തതാണ്. കണ്ടെത്തി കുറച്ചായി പറയുന്നു ഞാനൊരു വീഡിയോ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അപ്പോ നമ്മള് ഫ്രീ ടൈം നോക്കിയ ഫ്രീ ടൈം ആയപ്പോ നമ്മൾ അതന്നെ പോരട്ടെ വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്തത്. വർക്കിനൊന്നും പോയിട്ടില്ല. അപ്പൊ വർക്കിന് പോവാതെ ഇതാവട്ടെ വീഡിയോ. ഇതിനായിട്ട് വർക്കിന് പോകേണ്ടിരുന്നല്ല കേട്ടോ. നമുക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ പറയും അല്ലേ? വരും വീഡിയോകളിലുണ്ട്. നമ്മള് ഇപ്പൊ കുറച്ചായിട്ട് വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള സത്യം പറഞ്ഞാൽ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ വീഡിയോ എടുക്കുമ്പോ ഇതൊന്ന് ശരിയാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണ ആ കാര്യം ഒന്ന് ഓക്കെ ആവട്ടെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ടു. പിന്നെ നിങ്ങളെല്ലാവരും മറന്നു വെച്ചപ്പോ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ നമുക്ക് വ്യൂസ് ഒക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇതിനെക്കാട്ടിയും വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ ഇടാണ്ടായപ്പോ വ്യൂസ് ഒക്കെ പോയി. അപ്പൊ ഇനി ഇങ്ങോട്ട് തിരിക്കും. അപ്പൊ ഞങ്ങൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാൻ. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി വരും വീഡിയോകൾ അതൊക്കെ ആയിരിക്കും അല്ലേ? അടുത്തൊരു മാസത്തിനുള്ളിൽ ഒരു മാസം ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും ഇടാം. കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാൻ നല്ല വീഡിയോസ് ഇടാം. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അധികം പേരൊന്നും കമന്റ് ബോക്സിൽ അങ്ങനെ നമ്മുടെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അത്രയ്ക്ക് തന്നെ പറയുള്ളൂ. അപ്പൊ അടുത്ത സപ്പോർട്ട് ചെയ്യുക. ധ്യാനം നല്ല ഉറക്കാണ്, നിങ്ങൾക്ക് കാണാം. ഇവിടെ ആള് നല്ല ഉറക്കാണ്. ഇനിയിപ്പോ അവന് നാളെ എക്സാം ആണ് കേട്ടോ. LKG എക്സാം ആണ്. എക്സാം എന്ന് പറഞ്ഞ ആൾക്കാർ എന്താ വിചാരിക്കും? LKG ഓണത്തിന്റെ എക്സാം ആണ്. അപ്പൊ ആള് മടി കാരണം ഇന്ന് പോയിട്ടില്ല. നാളെ എക്സാം ആയിട്ട് പോവില്ലെന്ന് ദൈവത്തിന് അറിയാം. മടിന്ന് വിചാരിച്ചാൽ രാവിലെ പോണ സമയത്ത് ഒരു സങ്കടം ഉണ്ടാവാറുണ്ട് ആൾക്ക്. അമ്മേനെ കാണണം എന്നൊക്കെ തോന്നും. എന്നാലും ആള് പോവും കേട്ടോ. ഒരു വിഷമം ഉണ്ടെങ്കിലും പോവും. പക്ഷെ ഇന്ന് കണ്ണേട്ടനും കൂടി ലീവാക്കി ഇരുന്നപ്പോ ആൾക്ക് നല്ല സങ്കടമായി, നല്ല വാശി പിടിച്ചു. അപ്പോ കണ്ണേട്ടനും ലീവായിട്ട് ഇരിക്കല്ലേ. അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിൽ ആളിന്ന് പോയില്ല. നാളെ എക്സാം ആണ്. അവന്റെ ലൈഫിൽ ആദ്യത്തെ എക്സാം ആണ്. ആ ഒരു എക്സ്പീരിയൻസ് അല്ല അത് പറഞ്ഞു ധ്യാനൂട്ടൻ. ഇനി ഞാനിങ്ങനെ പരീക്ഷയോട് അടുക്കാനായപ്പോ കുറച്ച് മുന്നേ ഉണ്ണിക്ക് ഇനി ഇത് പഠിക്കലൊക്കെ കഴിഞ്ഞൂല, അപ്പൊ ഇനി റിവിഷൻ ആവുന്നാണ് ധ്യാനുട്ടൻ. ഞാൻ എക്സാം ആണെന്ന് പറയുമ്പോ എന്താണ് അവന്റെ ഒരു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.